ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ആയതോടുകൂടി യൂട്യൂബിൽ പലവിധമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഫോർമാറ്റ് തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ന് പലർക്കും ഡൗട്ടാണ്, എങ്ങനെയാണ് ചേച്ചി കറക്റ്റായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ചേച്ചി ലോങ് വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്? ഞങ്ങൾ പഴയത് അപ്ലോഡ് ചെയ്തിരുന്നത് പോലെ അല്ല ഇപ്പോൾ ഓപ്ഷനൊക്കെ കിടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എവിടെയാണ് ആ ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ കിടക്കുന്നത്? അങ്ങനെ പലവിധമായ ഡൗട്ടുകളാണ് ഓരോ ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം 2026 ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൻ്റെ സെർച്ചിൽ പോവുകയും അതുപോലെ തന്നെയാണ് റെക്കമെൻഡേഷനിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും ചെയ്യും. 2026 ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായിട്ടുള്ള രീതി ഞാൻ ഈ പറയുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. താഴെയായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ കാര്യമാണ് പറയുന്നത്. ഷോർട്സിലും അതുപോലെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് പോകുന്നതാണ്. ഗാലറിയിൽ നിന്നും നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ വീഡിയോ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ വീഡിയോ കാണാനായിട്ട് കഴിയും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും മുകളിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതും വീണ്ടും ഗാലറിയിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്നും നമ്മൾ ഒരു തമ്പനെയിൽ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു തമ്പനെയിൽ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് താഴെയായിട്ട് ടൈറ്റിൽ, നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എന്താണോ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിൽ മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ബന്ധമില്ലാത്ത ടൈറ്റിലുകൾ നിങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിൽ ഇവിടെ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇനി അതിന് താഴെയായിട്ട് വിസിബിലിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് അൺലിസ്റ്റഡ് ആക്കി കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ അൺലിസ്റ്റഡ് ആക്കി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ വിസിബിലിറ്റി പബ്ലിക് ആണ് എങ്കിൽ നിങ്ങൾ അത് ആദ്യം തന്നെ അത് അൺലിസ്റ്റിലേക്ക് മാറ്റുക. ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ 2 ഓപ്ഷനാണുള്ളത്. ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് എന്നും ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സിൽ കൊടുക്കുക. ഇല്ല, നമുക്ക് മറ്റുള്ളവർക്ക് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് എങ്കിൽ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെയായിട്ട് ഷോ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോയിൽ എന്താണോ നിങ്ങൾ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ടൈറ്റിൽ നമ്മൾ അവിടെ നിന്നും കോപ്പി ചെയ്ത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കോപ്പി ചെയ്ത് കൊടുക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ആ ടൈറ്റിൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കീവേഡുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഷ് കീ ഇട്ടതിന് ശേഷം നിങ്ങളുടെ 4-5 കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതും വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കീവേഡ്സ് മാത്രം. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുക്കിംഗ് ചാനലാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കുക്കിംഗ് എന്തോ കേരള റെസിപ്പി, സ്പൈസി റെസിപ്പി, അങ്ങനെ ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു 4-5 കീവേഡ്സ് നിങ്ങൾക്ക് ഹാഷ് കീ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കീവേഡ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാഷ് കീ ഇട്ടതിന് ശേഷം നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് സ്പേസ് ഇല്ലാതെ വേണം ടൈപ്പ് ചെയ്യാൻ. ഇപ്പോൾ 2 വേർഡ്സ് ഉള്ളതായിരിക്കും. ഇപ്പോൾ കുക്കിംഗ് റെസിപ്പി എന്ന് ആണ് ഉള്ളതെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ റെസിപ്പിയുടെ ഇടയിൽ സ്പേസ് കൊടുക്കാനായിട്ട് പാടില്ല. എങ്കിൽ നിങ്ങൾക്കത് ഹാഷ് കീ ഇട്ട് വരുന്നതല്ല. അപ്പോൾ നിങ്ങൾ സ്പേസ് ഇല്ലാതെ 2-3 വേർഡ്സ് ഒക്കെ ആണ് എങ്കിലും സ്പേസ് ഇല്ലാതെ വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള 4-5 കീവേഡ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചാനലിൻ്റെ നെയിം മറക്കാതെ കീവേഡ് ഹാഷ് കീ ഇട്ടതിന് ശേഷം കീവേഡായിട്ട് കൊടുക്കേണ്ടതാണ്.
നമ്മുടെ ചാനലിന്റെ നെയിം എന്തിനാണ് നമ്മൾ കീവേഡായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ സെർച്ചിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഹാഷ് കീ ഇട്ട് എന്തിനാണ് കീവേഡ് ഒരു വീഡിയോയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റൊരാൾ ഒരു കേരള റെസിപ്പി എന്നോ സ്പൈസി ഫുഡ് എന്നോ എന്തെങ്കിലും ഇപ്പോൾ ചിക്കൻ റെസിപ്പി എന്നോ ഒക്കെ അവർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ അവരുടെ ഹോം പേജിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹാഷ് കീ ഇട്ട് കീവേഡ്സ് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി അതിന് നിങ്ങൾ ബാക്ക് വരിക. താഴെയായിട്ട് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലൊക്കേഷൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇനി തൊട്ട് താഴെയായിട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇൻവൈറ്റ് കൊളാബറേറ്റ്. അവിടെ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റൊരു ചാനലിൽ കൊളാബറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല. ഇനി തൊട്ട് താഴെയായിട്ട് കമൻസ് ഓൺ അല്ല എങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ ഓപ്പണായി വരുന്നതാണ്. അതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ്. തൊട്ട് താഴെയായിട്ട് അലോ ഓൺലി ഓഡിയോ റീമിക്സിംഗ്. അതിനും താഴെയായിട്ട് ഡോണ്ട് അലോ റീമിക്സിംഗ്. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കൊടുക്കാൻ താല്പര്യം അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഡോണ്ട് അലോ റീമിക്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോയും ഓഡിയോയും മറ്റാരും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇനി താഴെയായിട്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും 2 ഓപ്ഷൻസ് ആണുള്ളത്. അതിലെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആൾട്ടേർഡ് കണ്ടന്റ്, തൊട്ട് താഴെയായിട്ട് ആഡ് ടാഗ്സ്. ഈ ആൾട്ടേർഡ് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഒന്ന് യെസ് എന്നും നോ എന്നും. അവിടെ ഇപ്പോൾ ഞാനിവിടെ നോ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഞാൻ മറ്റാരുടെയും കണ്ടന്റ് അല്ല എൻ്റെ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ആൾട്ടേർഡ് കണ്ടന്റ് നോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ബാക്ക് പോവുക. താഴെയായിട്ട് നിങ്ങൾക്ക് ആഡ് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ എന്താണോ നിങ്ങളുടെ ഹാഷ് കീ ഇട്ട് കൊടുത്തത്, ഇവിടെ നമുക്ക് ഹാഷ് കീയുടെ ആവശ്യമില്ല. നിങ്ങൾ കൊടുത്ത കീവേഡ്സ് മാത്രം ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ഞാൻ പറയുന്നത് ഇവിടെ ഹാഷ് കീ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വേർഡ്സ് മാത്രം, ഇപ്പോൾ റെസിപ്പി എന്നോ ഫുഡെന്നോ കുക്കിംഗ് എന്നോ അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ടാഗ് മാത്രം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ബാക്ക് പോവാം. ഏറ്റവും താഴെയായിട്ട് ഇന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ചൈൽഡ് പോളിസിയെ പറ്റി അവിടെ കുറച്ച് ചൈൽഡ് പോളിസി ആക്ടിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് എല്ലാവരുടെ ചാനലിലും എഴുതിയിരിക്കുന്നതാണ്. ഇന്ന് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, അയ്യോ ചേച്ചി ഞാൻ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ, കുട്ടിയെ കാണിച്ചത് കൊണ്ടാണോ അങ്ങനെ എനിക്ക് ആ ഒരു ഇത് എഴുതി കാണിക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല, അത് എല്ലാവരുടെ ചാനലിലും കാണിക്കുന്നതാണ്. അത് കുട്ടികൾക്ക് എതിരായിട്ട് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ, കുട്ടികളെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് ആ ഒരു പോളിസിയെ അഫക്റ്റ് ചെയ്യും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ അത് നമ്മുടെ ചാനലിനെയോ വേറെ ഒന്നിനെയും ബാധിക്കുന്ന കാര്യമല്ല. ഇനി താഴെയായിട്ട് അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അവിടെ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന്റെ സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഓപ്പൺ ആയി വരും. അതിൽ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കുക. ഷോർട്ട് വീഡിയോസിലാണെങ്കിൽ, ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതാണ്. ലോങ് വീഡിയോസിലാണെങ്കിൽ മോണിറ്റൈസ്ഡ് ആയ ചാനൽസിന് നിങ്ങൾ പ്രത്യേകം മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ബാക്ക് വരിക. ഏറ്റവും മുകളിലായിട്ട് കാണുന്ന വിസിബിലിറ്റി അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണോ നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ടൈമും ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഇവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 6 മണിക്കാണ് എൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സൈഡിലായിട്ട് AM-ഉം PM-ഉം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് AM-ലാണോ അല്ലെങ്കിൽ PM-ൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ PM ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഓക്കെ കൊടുക്കുക. ബാക്ക് വരിക, മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊന്നും തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴാണോ വീഡിയോ പബ്ലിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനും ഒരു 10-15 മിനിറ്റ് മുന്നേ വരെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഡെയിലി അങ്ങനെ നമ്മൾ വീഡിയോസ് ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ അതേ ക്വാളിറ്റിയിൽ തന്നെ അപ്ലോഡ് ആവുകയും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിലൂടെ നമുക്ക് റെക്കമെൻഡേഷനിൽ പോവുകയും അതുപോലെ നമുക്ക് വ്യൂസ് കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ചാനലും അതുപോലെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിൽ പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി മറ്റൊന്നും തന്നെ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഏത് ടൈമാണോ സെറ്റ് ചെയ്ത് കൊടുത്തത് ആ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ വീഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിക് ആവുന്നതാണ്. അപ്പോൾ 2026 മാറ്റങ്ങളോട് കൂടി എങ്ങനെയാണ് ലോങ് വീഡിയോ ശരിയായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഈ ഒരു രീതിയാണ് എൻ്റെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ യൂട്യൂബിൻ്റെ സെർച്ചിൽ വരികയും അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കുകയും നിങ്ങളുടെ ചാനൽ റീച്ചിൽ വരികയും ചെയ്യും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, അതുപോലെ ബാക്കി മോണിറ്റൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.